ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇത് ബേക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിലും ബേക്കിംഗ് ഓവൺ ഇല്ലാതെ പോട്ടിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഏത്തപ്പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ഏത്തപ്പഴമാണ് 2 എടുത്തിട്ടുണ്ട്. പഴുത്തുടയാത്ത പഴമായിരിക്കണം, എന്ന് വെച്ചാൽ പഴുക്കാത്തതും ആയിരിക്കരുത് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴം കാണുമ്പോൾ അറിയാമല്ലോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത്. പക്ഷേ ഇത് പഴുത്തുടഞ്ഞിട്ടില്ല. തൊലി കറുക്കാത്ത രീതിയിൽ പഴുത്ത പഴമായിരിക്കണം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാലിഞ്ച് കനത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗളിലൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ സ്നാക്കിന് വേണ്ട ഉപ്പാണ് ചേർത്തത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. മുട്ടയുടെ ആ ബാഡ് സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് എസൻസ് ചേർത്തത്. വാനില എസൻസ് ഇഷ്ടമല്ലാത്തവർക്ക് പൈനാപ്പിൾ എസൻസും ചേർക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറക്കാം. പഞ്ചസാര ചേർക്കാതെയും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ മുട്ടയും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത് ഉണ്ടാക്കാം. മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 300 മില്ലി പാല് ചേർക്കാം. പാല് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പകരം വെള്ളം ചേർത്താലും മതി. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അലിയാത്ത പഞ്ചസാരയും ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ അലിഞ്ഞു ചേരുന്നതായിരിക്കും. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ഞാൻ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നിറച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1.5 ടീസ്പൂണോളം ഉണ്ടാകും. ഇത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ ഒരു കട്ടിയായ ബാറ്റർ നമുക്ക് കലക്കിയെടുക്കാം. വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ നല്ലതുപോലെ കട്ട ഉടഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം. ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ ഈ വിസ്ക് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ബൗളിനരികിലുള്ള പൊടിയൊക്കെ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് തന്നെ തൂത്ത് നടുക്കോട്ട് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടയൊക്കെ ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 75 ഗ്രാം ബട്ടർ ഉരുക്കിയതാണ്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ബട്ടർ ഉരുക്കിയതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിസ്ക് മാറ്റിയിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിക്കാം. ഇനി സ്പൂൺ കൊണ്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു
ബേക്കിംഗ് ട്രേ ആണ്. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ബട്ടർ ഉരുക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ പേപ്പർ ഉൾപ്പെടെ സൈഡിലും എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ബേക്ക് ചെയ്യാനുള്ള മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ബേക്കിംഗ് ട്രേ കുറച്ച് വൈഡാണ്, വട്ടം കൂടുതലാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വട്ടം കുറഞ്ഞ ബേക്കിംഗ് ട്രേ ഉപയോഗിക്കുക. ബാറ്റർ ഒഴിച്ച് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പകുതി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതായത് 2 പഴമാണ് നമ്മളെടുത്തത്. 1 പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ എല്ലാം ഒഴിച്ച് നല്ലതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി പഴവും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പഴം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെളുത്ത എള്ള് തൂവി കൊടുക്കാം. കുറച്ച് കറുത്ത എള്ളും കൂടി നമുക്ക് തൂവി കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് ചൂടാക്കിയിട്ടിരിക്കുന്നതാണ്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ബേക്കിംഗ് ഓവനിലാണെങ്കിലും അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ബേക്ക് ചെയ്യാൻ. ഇത് താഴ്ത്ത് വെച്ചിരിക്കുന്ന ലിഡ് നടുക്കാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം ഈ ബേക്കിംഗ് ട്രേ നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് 40-45 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ബേക്ക് ചെയ്യാം. 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും. കട്ടിയുള്ള മോൾഡിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു പപ്പടം കുത്തുന്ന കമ്പി കൊണ്ടൊന്ന് കുത്തി നോക്കണം, നടുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. ഇനി ഈ പോട്ടിൽ നിന്ന് നമുക്ക് പുറത്തെടുത്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. പഴമൊക്കെ നമുക്കിതിൻ്റെ പുറത്ത് കാണാം. നല്ല സോഫ്റ്റാണ്. പഴമൊക്കെ നന്നായിട്ട് ബേക്ക് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റും യമ്മിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു പീസ് മാത്രം മതിയാവും ഒരാൾക്ക് രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4-5 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പാകത്തിലുണ്ടാകും. 2 പഴം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. കണ്ടോ, വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള സ്നാക്കാണ്. വളരെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതില്ലാതെയും ഉണ്ടാക്കാം. ഞാനിത് കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്തത് കൊണ്ടാണ് പഞ്ചസാരയൊക്കെ ചേർത്ത് കാണിച്ചത്. മുട്ട വേണമെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി അറിയിക്കണം കേട്ടോ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.